ഇതുണ്ടോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കൊമ്പ് ഉണങ്ങിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ചെറിയൊരു മിസ്റ്റേക്കാണ്. അധികം ആളും ചെയ്യുന്ന ഒരു സില്ലി മിസ്റ്റേക്കാണിത്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൂടാ, ചെറിയൊരു അശ്രദ്ധ. അപ്പോൾ അതെങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. റൂട്ട് സ്റ്റോക്കിൻ്റെ സ്കിന്നൊക്കെ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. റൂട്ട് സ്റ്റോക്കിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മൾ വെച്ച സയോണാണ് ഉണങ്ങിപ്പോയത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സയോൺ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ നല്ല മുകളങ്ങളിലെ കമ്പ് നോക്കിയിട്ട് വേണം എപ്പോഴും സയോൺ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നല്ല മൂർച്ചയിലൊരു ബ്ലേഡ് എടുക്കുക. റീയൂസ് ഒരിക്കലും ചെയ്യരുത്. കഴിയുന്നത്ര പുതിയ ബ്ലേഡ് തന്നെ ഉപയോഗിക്കുക. പുതിയ ബ്ലേഡ് ഉപയോഗിച്ച് അതിൻ്റെ ഇല കട്ട് ചെയ്ത് ഇലയുടെ തണ്ടുകളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം സയോൺ നമ്മൾ ആപ്പ് രീതിയിൽ ചെത്തിയെടുക്കുക. കഴിയുന്നത് ഈ മുറിവുണ്ടാക്കിയ ഭാഗത്ത് കൈകൊണ്ട് തൊടാതിരിക്കുക. നല്ല ചതയാത്ത രീതിയിൽ ചെത്തിയെടുത്ത സയോണിൻ്റെ 2 വശങ്ങളിലും ഇതുപോലെ തൊലി ഉണ്ടായിരിക്കണം കേട്ടോ. അതിനുശേഷം റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ മുറിച്ച അഗ്രഭാഗം വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പിളർക്കുക. ഈ പിളർപ്പിലേക്ക് നമ്മൾ ചെത്തി വെച്ച സയോണ് മെല്ലെ ഇറക്കി വെക്കുക, കൈ ടച്ച് ചെയ്യാതെ രീതിയിൽ. ഇവിടെയാണ് അധികം ചെയ്യുന്ന മിസ്റ്റേക്ക്. സയോണിൻ്റെ സ്കിന്നും റൂട്ട് സ്റ്റോക്കിൻ്റെ സ്കിന്നും ഇതുപോലെ ചേർന്ന് നിൽക്കണം. അതിനുശേഷം നമ്മളൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തിട്ട് നന്നായി നല്ല ടൈറ്റായിട്ട് വരിഞ്ഞ് കെട്ടുക. ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് സയോണ് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഒരു നൂലെടുത്തിട്ട് അതിന് എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രാഫ്റ്റിംഗ് 99% വിജയിക്കും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്